സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ആദരണീയരായ എല്ലാ ഹിന്ദുധർമ്മ വിശ്വാസികളെയും ഭാരതീയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ചത് ഷോഡശ കർമ്മങ്ങളെക്കുറിച്ചായിരുന്നു. അതിൽ സീമന്തോന്നയനം എന്ന ചടങ്ങ്, അതുപോലെ ജാതകർമ്മം, അതൊക്കെ നമ്മൾ പ്രതിപാദിക്കുകയുണ്ടായി. ഇവിടെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, ഒരു ജീവൻ അമ്മയുടെ ഗർഭത്തിൽ ഉത്ഭവിക്കുന്ന സമയം മുതൽ ആ ജീവൻ്റെ അന്ത്യേഷ്ടി കർമ്മം വരെ 16 തലങ്ങൾ കടന്നു പോകണമെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇതിന് പറയുന്ന പേരാണ് ഷോഡശ കർമ്മങ്ങൾ. ഇവിടെ ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു വിഷയമാണ്. ഒരു ഗർഭിണി, ആ ഗർഭിണിയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാമോ ഇല്ലയോ? ഗർഭിണിയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണം എന്നാണ് ബഹുഭൂരിപക്ഷം സമൂഹവും ആധുനിക കാലഘട്ടത്തിലും വിശ്വസിച്ചിരിക്കുന്നത്. നമുക്ക് ഷഡ്ദർശനങ്ങൾ എന്ന് പറയുന്നത് ഗൗതമൻ്റെ ന്യായശാസ്ത്രം, കണാദൻ്റെ വൈശേഷികം, പതഞ്ജലിയുടെ യോഗം, കപിലൻ്റെ സാഖ്യം, അതുപോലെ ജൈമിനിയുടെ പൂർവമീമാംസ, ബാദരായൻ്റെ ഉത്തരമീമാംസ. ഇതാണ് ഷഡ്ദർശനങ്ങൾ. ഇതിൽ ജൈമിനിയുടെ പൂർവമീമാംസയിൽ പറയുന്നത് ഗർഭിണിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കരുത് എന്നാണ്. കാരണം അത് ഗർഭിണിയുടെ ആഗ്രഹമല്ല, ഗർഭസ്ഥ ശിശുവിൻ്റെ ആഗ്രഹമാണ്. ഗർഭിണിയുടെ ആഗ്രഹമാണെങ്കിൽ, ആ സ്ത്രീയുടെ ആഗ്രഹമാണെങ്കിൽ ഗർഭിണിയാകുന്നതിന് മുൻപും ഈ ആഗ്രഹം പ്രകടിപ്പിക്കണം. ഗർഭിണി ആയിക്കഴിഞ്ഞാണ് ഈ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതെങ്കിൽ അത് സ്വാഭാവികമായും ഗർഭസ്ഥ ശിശുവിൻ്റെ ആഗ്രഹമാണെന്നാണ് ജൈമിനി പറയുന്നത്. ഞാൻ സൂചിപ്പിച്ചത്, ഒരു ജീവൻ്റെ, ഒരു മനുഷ്യൻ്റെ സർവ ദുഃഖങ്ങൾക്കും ഈ ഐഹികത്തിൽ കാരണം ആഗ്രഹമാണ്, ആശയാണ്, ഇച്ഛയാണ്. ഇതിനെ പൂർണ്ണമായും ഒഴിവാക്കണം. അതിനു വേണ്ടിയാണ്, അത് ഗർഭത്തിൽ വെച്ച് തന്നെ ഈ ആഗ്രഹത്തെ പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് ജൈമിനി പറയുന്നത്. അതുകൊണ്ടാണ് ഗർഭിണി ഒരു പ്രാവശ്യം ആഗ്രഹം പ്രകടിപ്പിച്ചു, കൊടുത്തില്ല. 2 പ്രാവശ്യം ആഗ്രഹം പ്രകടിപ്പിച്ചു, കൊടുത്തില്ല. 3 പ്രാവശ്യം ആഗ്രഹം പ്രകടിപ്പിച്ചു, കൊടുത്തില്ല. സ്വാഭാവികമായും ഈ ആശ, ഈ ഇച്ഛ അഥവാ ആഗ്രഹം അത് ഉള്ളിൽ അടങ്ങും. ഇങ്ങനെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ ഉള്ളിലടക്കണം, ഈ ആഗ്രഹത്തെ ഉള്ളിലടക്കണം. അങ്ങനെ അടക്കിയാൽ, ഇന്ന് നമുക്കറിയാം ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ, ഒരു കൊച്ചുകുട്ടികളായിരുന്നാലും അവർക്ക് ഈ ഏതാണ്ട് SLC കഴിഞ്ഞാൽ അവർക്ക് 2 വീലർ വാങ്ങിക്കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഈ കയറെടുക്കുന്നവർ, അതുപോലെ ട്രെയിനിന് തലവെക്കുന്നവർ, വിഷമെടുത്ത് കഴിക്കുന്നവർ, ഇതൊക്കെ എന്താണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് ജൈമിനിയുടെ പൂർവമീമാംസ വായിക്കുമ്പോഴാണ് നമുക്കിതൊക്കെ മനസ്സിലാവുന്നത്. ഈ കുട്ടിയുടെ ആഗ്രഹം ഗർഭത്തിൽ വെച്ച് തന്നെ അടക്കിയാൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല. സർവ്വ ദുഃഖങ്ങൾക്കും അടിസ്ഥാന കാരണം ആഗ്രഹമാണ്, ആശയാണ്, അഥവാ ഇച്ഛയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള നമ്മുടെ കൈവിട്ടുപോയ സംസ്കാരത്തെ തിരികെ കൊണ്ടുവരുവാൻ നമ്മുടെ മുഴുവൻ സമൂഹവും ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. എല്ലാവർക്കും നമസ്തേ.